5 രീതിയിലാണ് ഇന്നത്തെ മക്കൾ മാതാപിതാക്കളെ കാണുന്നത്. 5 രീതിയിലാണ് ഇന്നത്തെ മക്കൾ മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നത്. അതിൽ നിങ്ങൾ ഏത് രീതിയിലാണുള്ളതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? വിശദീകരിക്കുകയാണ്. ഈ പറയുന്ന 5 രീതിയിൽ ഏതിലാണ് പടച്ചവനെ ഞാൻ എൻ്റെ ഉമ്മയോട് വാപ്പയോട് ഇടപെടുന്നത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിരുത്തി ചിന്തിക്കുക. ഒന്നാമത് ലാ യഫ്അലൂന മാ യഅ്മുറുഹും വാലിദാ. ഉമ്മ പറഞ്ഞാലും വാപ്പ പറഞ്ഞാലും അനുസരിക്കൂല. ഉമ്മായി വാപ്പ എന്തു പറഞ്ഞാലും കേൾക്കൂല. അതാണ് ഒന്നാമത്തെ വിഭാഗം. എന്തു പറഞ്ഞാലും ചെയ്യൂല. നല്ലത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യൂല, ചീത്ത ചെയ്യാൻ പറഞ്ഞാലും ചെയ്യൂല. അവരെ പരിഗണിക്കുക തന്നെയല്ല. ഒന്നാമത്തെ വിഭാഗം അങ്ങനെയുള്ളവർ ഈ മക്കാമിലുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തിരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചോട്ടെ, നിങ്ങൾ പരാജയപ്പെട്ടോട്ടെ. നിങ്ങളുടെ ജീവിതമാണ്, എൻ്റെ ജീവിതമല്ല. ഞാൻ എൻ്റെ ഉമ്മ നല്ലൊരു നോക്കണ ആളാണ്. നിങ്ങളുടെ ജീവിതമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് ലാ യഫ്അലൂന മാ യഅ്മുറുഹും വാലിദാ. ഉമ്മയും വാപ്പയും പറയണത് അവരനുസരിക്കൂല എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ളവർക്ക് എവിടെയും ശിക്ഷ, ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ട്. ഒന്നാമത്തെ വിഭാഗത്തിന് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ. അവരാരാ? അവരുമ്മയും വാപ്പയും പറയുന്നത് അനുസരിക്കാത്തവരാണ്. ഒട്ടും അനുസരിക്കൂല, അവരെ പരിഗണിക്കൂല. അവർക്ക് ദുനിയാവിലും ശിക്ഷയാണ്, അവർക്ക് ആഖിറത്തിലും ശിക്ഷയാണ്. രണ്ടാമത്തത് യഫ്അലൂന മാ യഅ്മുറുഹും വഹും കാരിഹൂൻ. രണ്ടാമത്തത് ഒന്നിനും പ്രതിഫലം കിട്ടൂല. എപ്പോഴാന്നറിയോ? ചെയ്യണ ഒന്നിനും പ്രതിഫലം കിട്ടൂല. എപ്പോഴാന്നറിയോ? മാതാപിതാക്കൾ പറയണത് ചെയ്യും, പക്ഷെ താല്പര്യമില്ലാതെയാണ് ചെയ്യുക. ഉമ്മ പറഞ്ഞില്ലേ ചെയ്യും, വാപ്പ പറഞ്ഞില്ലേ ചെയ്യും. ഉമ്മ പറയണ മോനെ എനിക്കൊരു കിണർ വെട്ടണം മോനെ, വീടിന്റെ ഫ്രണ്ടിലാകെ പ്രശ്നം, കിണർ വെട്ടി കൊടുക്കും. ആ പോട്ടെ ഉമ്മ അല്ലേ, അതാണ്. പ്രതിഫലം കിട്ടൂല. പോട്ടെ വാപ്പയല്ലേ. അങ്ങനെ ഒരു താല്പര്യമില്ലാതെ അനിഷ്ടത്തോടു കൂടി ചെയ്യും. ജനങ്ങൾ എന്ത് കരുതും? ഉമ്മയും വാപ്പയും പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എന്ന് പറഞ്ഞ നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് അനിഷ്ടത്തോടു കൂടി ചെയ്യും, അല്ലാതെ ഇഷ്ടത്തോടു കൂടിയല്ല. അവർക്കൊരു നന്മയുടെയും പ്രതിഫലം കിട്ടൂല. മൂന്നാമത് യഫ്അലൂന മാ യഅ്മുറുഹും വാലിദാഹും വയത്ബഊന ബിൽ മന്നി വൽ അദാ. മൂന്നാമത്തത് ഉമ്മയും വാപ്പയും പറയുന്നത് അനുസരിക്കും. അമ്മാക്കും വാപ്പാക്കും ഒരുപാട് ഗുണം ചെയ്തു കൊടുക്കും. എന്നിട്ടത് നാട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ ഉമ്മാക്കത് ചെയ്തില്ലേ, വാപ്പാക്കത് ചെയ്തില്ലേ, ഞാൻ വാപ്പാക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു, ഞാൻ ഉമ്മാക്ക് വീട് വെച്ചു കൊടുത്തു, ഞാൻ ഉമ്മാക്ക് അങ്ങനെ ചെയ്തു, ഞാൻ വാപ്പാക്ക് ഇങ്ങനെ ചെയ്തു. അങ്ങനെ അവരോടും മറ്റുള്ളവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. നാലാമത്തത് അവർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇവർ എന്നും പാപികളായിരിക്കും. ഉമ്മാക്കും വാപ്പാക്കും ചെയ്തത് അവരോടും നിങ്ങൾക്ക് ഞാൻ അന്നങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് ഞാൻ ഇന്നിങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് എന്നും പാപികളാകാനാണ് വിധി. നാലാമത്തത് യഫ്അലൂന ബിത്തീബത്തിൽ ഖൽബ്. ഹൃദയ സാന്നിധ്യത്തോടു കൂടി അവർ പറയുന്നത് ചെയ്യും. ഉമ്മ പറയാൻ കാത്തിരിക്കുകയാണ്, വാപ്പ പറയാൻ കാത്തിരിക്കാണ്. പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്ന മക്കളാണ്. അവർക്ക് എവിടെയും എപ്പോഴും കൂലി കിട്ടിക്കൊണ്ടിരിക്കും. അവർ വെറുതെ ഇരുന്നാലും പ്രതിഫലമാണ്, അവർക്ക് എപ്പോഴും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അഞ്ചാമത്തെ വിഭാഗം യഫ്അലൂന ഖബല അൻ യഅ്മുറുഹുൽ ബാറൂൻ. യഫ്അലൂന ഖബല അൻ യഅ്മുറുഹും. അവരോട് മാതാപിതാക്കൾ പറയുന്നതിന് മുമ്പ് തന്നെ ചെയ്യും. ഉമ്മ പറഞ്ഞില്ല, വാപ്പ പറഞ്ഞില്ല, അതിന് മുമ്പ് തന്നെ ചെയ്തിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ അവർക്ക് കൊടുത്ത പേര് ഹുമുൽ ബാറൂൻ. അവർ ഗുണവാന്മാരാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന സ്വതക്കയില് ഏറ്റവും വലിയ സ്വതക്ക ഏതെന്നറിയോ? ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന നഫഖത്തുൽ വലദി അലൽ വാലിദൈൻ. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും വലിയ സ്വതക്കയെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, ഇന്നി അതഅല്ലമുൽ ഖുർആൻ, ഞാൻ ഖുർആൻ പഠിക്കുന്നവരാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കുറെ സമയം ഖുർആൻ പഠിക്കണം. പക്ഷെ എന്റെ വീട്ടിൽ ഉമ്മ സമ്മതിക്കൂല. ഉമ്മയുടെ ചിന്ത മകൻ വന്ന് ഉമ്മയോടൊത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. എനിക്ക് ഇശാ കഴിഞ്ഞാൽ പള്ളിയിൽ ക്ലാസ് ഉണ്ട്.
2 മണിക്കൂർ ഖുർആൻ പഠിക്കണം. പക്ഷെ ഉമ്മയാണെങ്കിലോ ഇശാ കഴിഞ്ഞ് പെട്ടെന്ന് ഉറങ്ങും. ഞാൻ ചെന്നാലേ ഉമ്മ ഭക്ഷണം കഴിക്കോളൂ. അപ്പൊ ഞാൻ 2 മണിക്കൂർ ഖുർആൻ പഠിക്കാനിരിക്കണമോ വീട്ടിൽ പോയി ഉമ്മയോടൊത്ത് ഭക്ഷണം കഴിക്കണമോ? ഏതാണ് നിങ്ങൾ പറയൊരു മറുപടി? ഇപ്പൊ നിർത്താം, നിങ്ങൾ പറയൊരു മറുപടി പറഞ്ഞു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അടുത്ത് ചോദിച്ചു, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ 2 മണിക്കൂർ ഞാൻ ഖുർആൻ പഠിക്കും. പക്ഷെ ഉമ്മ പറയുന്നത് എൻ്റെ അടുത്ത് ഒന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. ഉമ്മയുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കലാണോ നല്ലത്, 2 മണിക്കൂർ ഖുർആൻ പഠിക്കലാണോ നല്ലത്? ഇത്രയും നേരം ഉമ്മയുടെ വിഷയം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പറയും ഉമ്മ അടുത്ത് പോയി ഭക്ഷണം കഴിക്കണം. ഖുർആനാണ് എന്റെ വിഷയമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേ? 2 മണിക്കൂർ ഖുർആൻ പഠിക്കാൻ പറഞ്ഞു. ഇല്ല, ഉമ്മയുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കണം. നിന്റെ രാത്രിയിലെ ഏറ്റവും നിനക്ക് ബാധ്യത ആ ഖുർആൻ പഠിക്കലല്ല, നിന്റെ ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കലാണ് എന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഏത് ഹസൻ ബസരി? ഉമ്മാടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് കട്ടിലിന്റെ കൂടെ കണ്ണീരിങ്ങനെ ഇറ്റു വീണ് അല്ലാഹുമ്മ ഗുഫ്ർലി ഉമ്മീ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുപോയ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ, ആ ചിന്ത ഹൃദയത്തിലുള്ള ഹസൻ ബസരി തങ്ങൾ പറയാണ്, മോനെ 2 മണിക്കൂർ ഖുർആൻ പഠിക്കലല്ല, നിന്റെ ഉമ്മാന്റെ അടുത്ത് ഉമ്മാടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കലാണ് നിനക്ക് ഏറ്റവും നല്ലതെന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഇന്ന് വരെ ചിലവഴിച്ചതിന് വല്ല കണക്കുണ്ടോ? അവര് വാങ്ങിത്തന്ന ഭക്ഷണത്തിന്റെ പൈസ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ, അവര് വാങ്ങിത്തന്ന ഡ്രസ്സിന്റെ കണക്ക് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. എന്റെ ഉളയം മഖാമില് വന്നിരിക്കുന്ന മോളെ, നിന്റെ പൊന്നാര ഉമ്മ നിനക്ക് 1 വയസ്സിലോ 2 വയസ്സിലോ കാതുകുത്തിയപ്പോ ആ കാതിലിടാൻ വേണ്ടി സ്വർണ്ണ കമ്മല് വാങ്ങി തന്നില്ലേ? എത്ര രൂപയായെന്നറിയോ? അതിനുശേഷം നിനക്കൊന്തൊക്കെ വാങ്ങിത്തന്നോ? നീ ജനിച്ച ഉടൻ തന്നെ നിന്റെ കല്യാണത്തിന്റെ ചിന്തകൾ മനസ്സിനെ വേവലാതിപ്പെടുത്തിയില്ലേ? നിനക്ക് വേണ്ടി സ്വർണവും പണ്ടവും പണവും ഒക്കെ നിന്റെ പൊന്നാര ഉമ്മ വാങ്ങി വെച്ചില്ലേ?